ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി. ഞങ്ങൾ പഴയ കാലത്തൊക്കെ ഞങ്ങൾ ഉമ്മാൻ്റെ ഉമ്മയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ഇതേപോലെ ദോശ. കാരണം തേങ്ങപ്പത്തിൽ എന്നൊക്കെ പറയും ഈ ദോശക്ക്. ഞങ്ങൾ പറയുന്ന പേരാണ് തേങ്ങപ്പത്തിൽ. ഈ തേങ്ങപ്പത്തിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല കലക്കൻ എല്ലാ കറിയിലും കൂട്ടി തിന്നാൻ വേണ്ടി പറ്റുന്ന ഒരു ദോശ തന്നെയാണ്. ഇപ്പം അധികം പേര് ഇത് ഉണ്ടാക്കുന്നില്ല. പഴയ കാലത്തൊക്കെ എപ്പോഴും നമ്മൾക്ക് ഈ തേങ്ങപ്പത്തിൽ നമ്മൾ കഴിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെ അഭിപ്രായം പറയാം. അതേപോലെ തന്നെ ലൈക്ക് തരാം, സപ്പോർട്ട് തരാം. എന്നാൽ ശരി, നമുക്ക് തേങ്ങപ്പത്തിൽ ഉണ്ടാക്കുന്നത് കണ്ടാലോ. അതിന് വേണ്ടി നമ്മൾ സാധാരണ റേഷൻ കടയിലത്തെ പച്ചരി തന്നെയാണ്. 1.5 കപ്പ് പച്ചരി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രാത്രി തന്നെ നല്ലതുപോലെ കഴുകി ഒരു ഓവർനൈറ്റ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് രാവിലെ നമ്മളിപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തത് അതിലേക്ക് നമ്മൾ ഈ അരിയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ വൈറ്റ് റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ളരിയോട് വെച്ച പുഴുങ്ങലരിയുടെ ചോറ് അത് 1 കപ്പും 2 ടീസ്പൂണും ഒക്കെ അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അരി മുങ്ങുന്ന വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ച് നമുക്കിതൊന്ന് കൊണ്ടുവരാം. നല്ലതുപോലെ തന്നെ തരിതരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. നമ്മൾ അരിയൊക്കെ ഞാൻ നല്ലതുപോലെ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കട്ടിയുണ്ട്. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം അരി അരച്ച മിക്സിയിൽ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദോശമാവിൻ്റെ രൂപത്തിൽ വേണം നമുക്ക് ഈ അരി ഒന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടി. നമ്മൾക്ക് തേങ്ങപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കും നമുക്കൊന്ന് കണ്ടാലോ. ഒരു ഫ്രൈ പാൻ എടുത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ തടവി കൊടുക്കുന്നത്. തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ കയ്യിലിന് 1.5 കയ്യിൽ മാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കട്ടി വേണം. ഇതിനേക്കാളും കട്ടി കൂടുതലായിട്ട് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് നൈസായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനതിന് എൻ്റെ തേങ്ങ ചിരവിയിട്ട് അതെൻ്റെ വീഡിയോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ഒന്ന് ആറി വരുമ്പം അതിലേക്ക് മുകളിലേക്കായിട്ട് നമ്മൾ തേങ്ങ ഒന്ന് ഇതേപോലെ നമ്മൾക്കൊന്ന് ഇട്ട് കൊടുക്കുക. എത്രയാണോ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടം, തേങ്ങ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുക. നല്ലതുപോലെ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് 2 വശവും നല്ലതുപോലെ മുരിച്ചെടുത്തത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ 1.5 തവ മാവ് ഒഴിക്കാം. ഇതേപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം തേങ്ങയിട്ട് നമ്മൾ ദോശനെ മറിച്ച് ഇങ്ങനെ ഇതേപോലെ മടക്കി കൊണ്ടുവരാം. നമ്മൾ ഇലയടക്കം മടക്കുന്നത് പോലെ മടക്കിയിട്ടെടുക്കുക. അതല്ലെങ്കിൽ ചെറുതായിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും മാവ് ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം. നല്ലതുപോലെ ഞാൻ എല്ലാ ദോശയും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്കല്ലേ നമ്മൾ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം. ഇപ്പോൾ ആരും ഇതേപോലെയുള്ളതൊന്നും അധികമൊന്നും ഉണ്ടാക്കുന്ന കാണുന്നില്ല. എന്നാലും നമ്മൾ ഇതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരണം. അതേപോലെ സപ്പോർട്ടും അതേപോലെ എല്ലാം ഷെയറും എല്ലാം ചെയ്തു തരണം. ഞാൻ എൻ്റെ ദോശയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ പ്ലേറ്റിലിട്ട് ബാക്കിയുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ വേറെ മാറ്റിയെടുത്തതാണ്. എല്ലാവരും എൻ്റെ ഈ തേങ്ങപ്പത്തിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. എന്നാൽ ശരി, ഞാൻ ഇതേപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരുന്നതാണ്. ഞാൻ കൂട്ടി കഴിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ വരട്ടിയതാണ്. ആ ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പി ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുമായിരിക്കും. എല്ലാവരും അതിനും അഭിപ്രായം പറയണം, ഇതിനും അഭിപ്രായം പറയണം. എന്നാൽ ശരി, നമ്മൾക്ക് ഇനിയും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.